ചമാരെ വെൽക്കം ബാക്ക് ആയി. അപ്പോൾ നമുക്കിന്നൊരു ബാത്റൂം പരിചയപ്പെടാം. അപ്പോൾ ഇവിടെ നമ്മളെ ഇന്ത്യൻ ക്ലോസറ്റും യൂറോപ്യൻ ക്ലോസറ്റും ഉണ്ട്. വാൾ മൗണ്ടനാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഇന്ത്യൻ ക്ലോസറ്റിന് വാൾ മൗണ്ടൻ നമ്മളെ ഫ്ലഷ് ടാങ്ക്, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്. അപ്പോൾ യൂറോപ്യൻ ക്ലോസറ്റിന് വേണ്ടി ഈ ഹൈറ്റ് എങ്ങനെയാലും വരും. അത് തിരിച്ച് നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റിന് വയ്ക്കാൻ നേരത്ത് ഈ ഹൈറ്റ് കിട്ടുന്ന കാര്യം ഭയങ്കര പാടാണ്. നമ്മൾ ആ ഒരു ഇതിൻ്റെ തന്നെ ഈ ഫ്ലഷ് ടാങ്കിൻ്റെ ഫിറ്റിങ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ. അതിനായിട്ട് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന എനിക്ക് വർക്ക് ചെയ്ത ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇവിടെ 2 ഇഞ്ച് പൈപ്പ് ഇടുകയും താഴോട്ടത് കൺവേർട്ട് ചെയ്ത് 1 ഇഞ്ചാക്കി കൊടുക്കുകയാണ് ചെയ്തത്. 1 ഇഞ്ചാക്കി ഇവിടെ കൊണ്ട് കണക്ട് ചെയ്യണേ ചെയ്ത്. അപ്പോൾ നാട്ടിൽ നമ്മളെങ്ങനെ നാട്ടിൽ കാരണം ഇതിന് ചെയ്യത്തില്ല, ഞാൻ അതൊരു അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല. ഞാൻ നാട്ടിൽ യൂറോപ്യൻ ക്ലോസറ്റിന് വേണ്ടി മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഇന്ത്യൻ ക്ലോസറ്റിന് വേണ്ടി അങ്ങനെ ചെയ്തിട്ടില്ല. ഇന്ത്യൻ ക്ലോസറ്റ് നാട്ടിൽ ഒരു വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമിൽ കൊടുക്കുന്നത് ഞാൻ ചെയ്തിട്ടില്ല. സാധാരണ എല്ലാം പുറത്താണ് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലാ ബെഡ്റൂമിലും നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റ് മസ്റ്റാണ്. പിന്നെ ഇവിടെ കൺസീൽഡ് മിക്സഡ് ടാപ്പാണ്. ഇത് നമ്മൾ ഷത്താപ്പിന് വേണ്ടിയുള്ള പോയിൻ്റാണ്. ഷത്താപ്പിന് വേണ്ടി കൺസീൽഡ് മിക്സഡ് ടാപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അത് തന്നെ കൺസീൽഡ് ആണ്, മിക്സഡ് ടാപ്പല്ല. ഷവറിനും അതെ. പിന്നെ ഇവിടെ സീലിങ്ങിൻ്റെ അകത്താണ് നമ്മളെ ഷവർ കാര്യങ്ങളെല്ലാം സെറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളെ എക്സോസ് ഫാൻ കാണാൻ പാടായിരിക്കും. ഈ കാണുന്ന ഭാഗത്തായിട്ട് ആ ഒരു ഭാഗത്തായിട്ടാണ്, അതും കൺസീൽഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.